ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ഇഷിത പറയണം, എന്നാലും ഇത് വല്ലാത്തൊരു കല്യാണമായി പോയിട്ട് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. അതേ ഇഷിത, ഞാൻ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തല്ലോ, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവർ പോയി, അവർ എൻജോയ് ചെയ്യട്ടേന്നേ. പക്ഷേ അതിനേക്കാളും വലിയൊരു സർപ്രൈസ് ഇനി തനിക്ക് തരാനുണ്ട് എനിക്ക്. ഇത് കിട്ടുന്നപ്പോഴേക്കും ഇഷ്ടം ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നെ, ഇനി ഇതിനേക്കാളും വലിയൊരു സർപ്രൈസ് എന്താണാവോ മഹേഷേ എനിക്ക് തരാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വേറൊന്നുമല്ല, തൻ്റെ ആഗ്രഹമല്ലേ ഇനി നമുക്ക് ആദിയെ സ്വന്തമാക്കണമെന്ന്. അതുകൊണ്ട് ആദിക്കെതിരെയുള്ള ഇത് ഞാനങ്ങോട്ട് വക്കീലിൻ്റെ അടുത്ത് ചെന്ന് കൊടുക്കാൻ പോവാണ്. ആദിയെ തിരിച്ചു കിട്ടണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പെറ്റീഷൻ ഞാൻ എഴുതി കൊടുക്കാൻ പോവാന്നും പറയണം. മഹേഷ് പറഞ്ഞ സത്യം തന്നെയാണോ? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു വക്കീലിനെ കാണാനായിട്ട് പോകണം എന്നും പറഞ്ഞുകൊണ്ട്, എനിക്ക് പരിചയമുള്ള വക്കീലാ, നല്ല അടിപൊളി വക്കീലാണ് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി ആ ഒരു വക്കീൽ ഓഫീസിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ വാ നമുക്ക് വക്കീലിനെ കണ്ടിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ വേണ്ട മഹേഷ്, ഞാൻ ഏതായാലും പുറത്തു നിന്നോളാം, മഹേഷ് പോയി വക്കീലിനെ കണ്ടിട്ട് വാ. അതെന്താടോ തനിക്കെന്താണൊരു മടി വരാൻ? ഒന്നുമില്ല മഹേഷേ, ഞാൻ ഏതായാലും അങ്ങോട്ട് കയറി വരുന്നില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷാണെങ്കിൽ അല്ലെങ്കിൽ ശരിയാ, നമ്മുടെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ കിടക്കുമല്ലേ, അപ്പോൾ കുഞ്ഞിനായിട്ട് ഏതായാലും വക്കീൽ ഓഫീസിലേക്കൊന്നും കയറണ്ട, അവൻ ഈ കേസും കൂട്ടങ്ങളൊന്നും കേൾക്കണ്ടെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ഇഷിതയുടെ കയ്യിലേക്ക് വണ്ടിയുടെ താക്കോലും കൊടുത്ത് നേരെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും ഉണ്ട്, ഇനിയിപ്പോൾ നടക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇഷിതയ്ക്ക് ടെൻഷൻ. അങ്ങനെ മഹേഷ് ആ ഒരു ലേഡി വക്കീലിൻ്റെ മുന്നിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ വക്കീലിനെ എന്നെ മനസ്സിലായോ? പക്ഷേ എനിക്ക് വക്കീലിനെ നന്നായിട്ട് അറിയാം. ഒന്ന് ഓർത്ത് നോക്കിയ വക്കീലെ, രചന മഹേഷ് കേസ് ബാധിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇത് മനസ്സിലായി, മഹേഷ് ചന്ദ്രൻ അല്ലേ? ഞാൻ മുഖം കണ്ടപ്പോഴേ എവിടെയോ വെച്ചൊരു പരിചയം പോലെ എനിക്ക് തോന്നിയായിരുന്നു, പക്ഷെ എനിക്ക് വ്യക്തമായില്ല. ഇപ്പോൾ എനിക്ക് ക്ലിയറായി, മഹേഷ് ചന്ദ്ര ആണല്ലേ. എന്തൊക്കെയുണ്ട് മഹേഷ് ചന്ദ്ര വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും നല്ല വിശേഷം തന്നെ, ഞാൻ വേറൊരു കല്യാണം കഴിച്ചു, അത് വക്കീൽ അറിഞ്ഞിട്ടുണ്ടാവോ? വേറെ ആരും അല്ല, ഇഷിത, ഡോക്ടർ ഇഷിത എന്ന് പറയാണ്. ഡോക്ടർ ഇഷിതയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നല്ല അടിപൊളി ഡോക്ടറല്ലേ. ഏതായാലും നിങ്ങളുടെ കല്യാണ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും അടിപൊളിയായിട്ട് പോകുന്നു, സന്തോഷകരമായിട്ട് പോകുന്നു എന്ന് പറയാം. അല്ല, നിങ്ങളുടെ ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടി ഇപ്പോൾ നിങ്ങളോടൊപ്പം അല്ലേ? പെൺകൊച്ച് നിങ്ങളോടൊപ്പം അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ചിപ്പിമോൾ എൻ്റെ ഒപ്പം തന്നെയാണ്, പക്ഷേ മകനാണെങ്കിൽ മമ്മിയുടെ ഒപ്പം തന്നെയാണെന്ന് പറയാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്ത് കാര്യം? അല്ല, ഈ രചനയുടെ കാര്യം അറിയാലോ, രചന ഇപ്പോൾ ഒരുത്തൻ്റെ ഒപ്പം ലിവിങ് ടുഗദറായിട്ട് കഴിയുക. അവനാണെങ്കിൽ തീരെ മോശം സ്വഭാവമുള്ളൊരു മനുഷ്യനാന്നേ. എൻ്റെ മകൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൻ്റെ സ്വഭാവ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. പിന്നീട് മകൻ എന്നോട് പറയുണ്ടായി, ഡാഡി എനിക്ക് ആ വീട്ടിൽ നിൽക്കണ്ട, ഇനി ആ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല, എനിക്ക് ഡാഡിയോടൊപ്പം തന്നെ വരണമെന്ന് അവൻ എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ ഏതായാലും എൻ്റെ മകൻ്റെ ദുഃഖം കാണാതിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ലല്ലോ വക്കീലെ. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ എൻ്റെ കൂടെ തന്നെ കൂട്ടാമെന്ന് വിചാരിച്ചു, അത് നിയമപരമായിട്ട് തന്നെ. ഇനി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രചന മുന്നിലേക്ക് വരരുത്, അതിന് വേണ്ടിയാണ് എന്ന് പറയാം. അപ്പോൾ ഇത് കിട്ടുമ്പോഴേക്ക് വക്കീലാണെങ്കിൽ മകൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ താല്പര്യം എന്താണോ ആ താല്പര്യം അനുസരിച്ച് വേണം നിയമങ്ങൾ പോകാനായിട്ട്. അപ്പോൾ ആദ്യം മകൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് നീതി കിട്ടും, അവൻ നിങ്ങളോടൊപ്പം തന്നെ വരികയും ചെയ്യും, അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ കുറേ കേസിൻ്റെ ഡീറ്റെയിൽസും മാലകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴും ശരിയും വക്കീലെ, ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും, നമുക്ക് ഈ കേസ് ജയിക്കണമെന്നും പറയാം. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ കാത്തു നിന്ന് മടുത്തു, ഒന്നും അങ്ങോട്ട് കയറി നോക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇഷിത നേരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് അതേ മഹേഷ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടോ താൻ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഭാര്യ ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് പറ്റുമോ? തൻ്റെ ആഗ്രഹമല്ലേ കുഞ്ഞാവ ജനിച്ചു കഴിയുമ്പോഴേക്കും അവൻ്റെ മൂത്ത ഏട്ടൻ കൂടെ ഉണ്ടാകണമെന്ന്. അതേപോലെ തന്നെ ആദ്യ ഏട്ടൻ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടാകും. ഇത് കേട്ട് നമ്മുടെ ഇഷിത സന്തോഷം കൊണ്ട് മറന്നു നിൽക്കുക. ഒരുപാട് നന്ദിയുണ്ട് മഹേഷേ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനെ അവരെല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട മഹേഷ് ആകെ ഞെട്ടിപ്പോവാണ്. ഇഷിത താൻ എന്താണ് ഈ കാണിക്കുന്നത്? വിടറോ, താൻ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്.
എടോ എല്ലാവരും നോക്കുന്നു, ഇതേ യൂറോപ്യൻ കൺട്രി അല്ല. ഓ, ഞാൻ യൂറോപ്യൻ കൺട്രി ആണെന്ന് വിചാരിച്ചാൽ പോരെ, ഞാനിപ്പോൾ US നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. എടോ ദേ ഒരു പബ്ലിസിറ്റി നമ്മൾ ആയതാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാവശ്യം നമ്മൾ വൈറലായതാണ്, ഇനിയും വേണോ? അതെല്ലാവരും നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇത് നോക്കി നിന്ന രണ്ട് ദമ്പതികൾ പറയാണ്, ആഹാ കൊള്ളാം, ഡിവോഴ്സ് ആകാൻ വന്നവർ ഇപ്പോൾ ഒന്നിച്ചല്ലോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോഴേക്കും ഇഷിത മഹേഷിൻ്റെ പിടിവിടുകയാണ്. ദേ കേട്ടല്ലോ ഇഷിത, നമ്മൾ ഡിവോഴ്സ് ആകാൻ വന്നെന്നാണ് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഇനി സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കാതെ ദേ ഇഷിതയും മഹേഷും ഡിവോഴ്സായി എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം എന്നും പറഞ്ഞ് രണ്ടുപേരും നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇഷിതയ്ക്കാണെങ്കിൽ അത് ചിരി സഹിക്കാനും പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ്. അപ്പോൾ രചനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന രംഗമാണ് ആ കാണിക്കുന്നത്. അപ്പോഴാണ് ആകാശ് വരുന്നത്. അപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, എന്താ രചന നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആകാശെ കൈവിട്ട് പോയ, ആകാശെ എല്ലാം കൈവിട്ട് പോകുന്ന ഇതിലാണ്, എനിക്കിത് സഹിക്കാൻ പോലും പറ്റുന്നില്ല, എൻ്റെ മകൻ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താൻ എന്തൊക്കെയാണ് പറയുന്നത്? അല്ല, എൻ്റെ മകനെ മഹേഷും അതേപോലെ തന്നെ ഇഷിതയും കൂടി തിരിച്ചു പിടിക്കാനുള്ള കളികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ആഹാ, ആരോ എന്തൊക്കെയോ പറഞ്ഞെന്ന് വിചാരിച്ച് താനതൊക്കെ വിശ്വസിക്കണം. ഇത് ആരോ എന്തൊക്കെയോ പറഞ്ഞതല്ല, മഞ്ജിമ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവരതിനുള്ള നീക്കവും ചെയ്ത് പെറ്റീഷൻ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ആദിയെ സ്വന്തമാക്കാനുള്ള പെറ്റീഷൻ അവർ എഴുതി കൊടുത്തു എന്ന് പറയുകയാണ്. അപ്പോഴാണ് സുമി വരുന്നത്. അപ്പം മഹേഷ് കളി തുടങ്ങി. ദേ രചന, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആകാശ് നിന്നെ പറഞ്ഞ് പറ്റിക്കുകയാണ്. പല പ്രാവശ്യം പറഞ്ഞില്ലേ നമുക്ക് ചിപ്പിയ മോളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് എന്തായി, വല്ലം നടന്നോ? പക്ഷേ മഹേഷ് എങ്ങനെ മനസ്സിലൊരു കാര്യം വിചാരിച്ചു, അപ്പം തന്നെ ദേ ആദിക്ക് നേരെ പെറ്റീഷൻ എഴുതി കൊടുത്തില്ലേ, ഇനി ആദിയെ അവൻ സ്വന്തമാക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ സുമി പറഞ്ഞതിലും കാര്യമുണ്ട്, ആകാശ് എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞായിരുന്നു നമുക്കൊരു പെറ്റീഷൻ എഴുതി കൊടുത്ത് ജിപ്പി മോളെ സ്വന്തമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന്. പക്ഷേ ആകാശ് ഒരു കാര്യം പോലും ഇതുവരെയും ചെയ്തില്ലല്ലോ. എനിക്കിപ്പോൾ എൻ്റെ മക്കളെ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലാണ് വന്നിരിക്കുന്നത് ആകാശേ. ഇത് കേട്ടപ്പോഴേക്കും ആകാശിന് കലി വരികയാണ്. ദേ രചന, അങ്ങനെയൊന്നുമില്ല രചന, ഈ സുമിയുടെ വാക്കൊന്നും കേൾക്കരുത്. അതല്ല, ഇതിനപ്പുറവും പറയും. അതുകൊണ്ട് അവളുടെ വാക്കൊന്നും കേൾക്കാൻ പാടില്ല. നമുക്ക് ഉടനെ തന്നെ ഒരു പെറ്റീഷൻ കൊടുക്കാം. രണ്ടു മക്കളെയും നമുക്ക് തന്നെ കിട്ടും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ഒരു ടെൻഷനും വേണ്ട. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും സുമി അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ്. നീ അതും വിശ്വസിച്ചിരുന്നു രചന. കാരണം മഹേഷേ മിടുക്കൻ, ഇതേപോലുള്ള ഒരുത്തനല്ല. എടി നീ എന്തിനാണ് മഹേഷിനെ കുറിച്ച് പറയുന്നത്? മഹേഷിന് നിനക്ക് അത്രയും വലിയ താല്പര്യമാണെങ്കിലേ അവൻ്റെ ഒപ്പം പോയി ജീവിക്കടി എന്ന് പറയാണ്. ഞാൻ പറയുന്നതാ ചിലവർക്ക് കുറ്റവും കുറച്ചിലും ഒക്കെ ആയിട്ട് തോന്നുന്നത്, പക്ഷേ ഞാൻ പറഞ്ഞതാ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സുമി അവിടെ നിന്ന് പോവുകയാണ്. രചനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുക. പക്ഷെ ഇവർ രണ്ടും കൂടി വർത്താനം പറയുന്നത് നമ്മുടെ ആദി കാണുകയാണ്. അപ്പോൾ ആദി കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ആദിക്ക് വല്ലാത്തൊരു ആദിയായി. അങ്ങനെ ആദി നേരെ റൂമിലേക്ക് കയറി കഥകെല്ലാം അടച്ചിട്ടിട്ട് നേരെ ആദി തൻ്റെ ഡാഡിയെ വിളിക്കുക. ഡാഡി എന്നും പറഞ്ഞുകൊണ്ട്, ആ മോനെ ആദി, എന്താ മോനെ? ഡാഡി, ഞാനേ ഇവിടെ ചില വാർത്തകളെല്ലാം കേട്ടു ഡാഡി, ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. എന്താ മോനെ? അല്ല, ഡാഡി എന്നെ സ്വന്തമാക്കാൻ വേണ്ടി പെറ്റീഷൻ കൊടുത്തു എന്നൊക്കെ അറിഞ്ഞല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. മോനെ, ഡാഡിക്ക് അതല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. മോൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഡാഡിക്ക് മോനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം, അവൻ്റെ കൂടെ നിൽക്കണ്ട മോനെ, ആ ഒരു താല്പര്യത്തിലാണ് ഡാഡി അങ്ങനെ പറഞ്ഞത്. ഇനി മോൻ നോ എന്ന് പറയരുത്, അത് ഡാഡിക്ക് വല്ലാതെ സങ്കടം വരുത്തും മോനെ, ഡാഡിയുടെ റിക്വസ്റ്റാണിത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഡാഡി എന്തൊക്കെയാണ് ഡാഡി പറയുന്നത്? ഡാഡിയെ ഒരു കണക്കിന് ഞാൻ ഡാഡിയെ ഒരുപാട് വെറുത്തതാണ്, ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഡാഡി എന്താണെന്നും ഡാഡിയുടെ മനസ്സ് എന്താണെന്നൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡാഡിയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. അതുകൊണ്ട് ഡാഡി ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് സാധിച്ചു തരാതിരിക്കാനായിട്ട് പറ്റുമോ? മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഡാഡിയെ നാണം കെടുത്തോ ഡാഡി? ഒരിക്കലുമില്ല. എനിക്ക് എൻ്റെ ഡാഡിയെ വേണം, ഞാൻ ഡാഡിയോടൊപ്പം തന്നെ വരും. അല്ല, ഇഷിതാമ്മ അടുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉണ്ട് മോനെ എന്ന് പറയാം. അന്നേ ഇഷിതാമ്മയുടെ കയ്യിലേക്ക് കൊടുത്തേ. അങ്ങനെ ഇഷിതയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. മോനെ ആദി, ദേ ഇഷിതാമ്മ പറയുന്നൊന്ന് കേൾക്കണം. ഇതെല്ലാം ഇഷിതാമ്മയുടെ ഐഡിയ ആണെന്ന് എനിക്കറിയാം. ഇഷിതാമ്മയായിരിക്കും ഡാഡിയോട് പറഞ്ഞത് അല്ലേ ഇഷിതാമ്മേ? മോനെ, ഇതിനി വേണ്ടെന്ന് മോൻ വെക്കരുത്, ദയവ് ചെയ്ത്. ഇഷിതാമ്മയുടെ ആഗ്രഹം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. ദേ
മോൻ വേണമെങ്കിൽ കോടതിയിൽ രചനയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും വാദിച്ചോ, ഒരു വാടക വീട്ടിലേക്ക് മാറാന്ന് വരെ മോൻ്റെ അമ്മയോട് മോൻ പറഞ്ഞതല്ലേ. പക്ഷെ കേട്ടില്ലല്ലോ, മോൻ്റെ അമ്മ അത് കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ശരിയാണ് യശോദാമ്മേ, എൻ്റെ അമ്മ കേട്ടില്ല. പക്ഷേ യശോദാമ്മ സങ്കടപ്പെടേണ്ട, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കും. എൻ്റെ ആഗ്രഹമാണത്. യശോദാമ്മയുടെയും ഡാഡിയുടെയും ചിപ്പിയുടെ ഒപ്പം ആ വീട്ടിൽ താമസിക്കണമെന്ന് എനിക്ക് വല്ലാതെ ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും. അതെ മോനിങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞാവ ജനിക്കാൻ നേരത്ത് ആ കുഞ്ഞാവിടെ മൂത്ത ഏട്ടനായിട്ട് മോൻ വേണമെന്ന്. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം യശോദാമ്മയ്ക്ക് സാധിച്ചു തരണമെന്നും പറയാം. ഉറപ്പായിട്ട് യശോദാമ്മേ, നിങ്ങളേതായാലും പെറ്റീഷൻ കൊടുത്തില്ലേ, ഞാൻ ഏതായാലും ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഞാൻ എന്ന് പറയുകയാണ് നമ്മുടെ ആദി. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിയാണ്. അപ്പോൾ സുമിയാണെങ്കിൽ റൂമിൽ കയറി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, കണ്ണടച്ചിട്ടോ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ആകാശ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ആകാശ് നോക്കിയപ്പോൾ അവൻ നല്ല സുഖത്തിലിങ്ങനെ കിടക്കുക. അപ്പോൾ ആകാശ് പതിയെ ചെന്ന് കതകങ്ങാട്ട് അടച്ചു കഴിഞ്ഞ് നേരെ സുമിയുടെ അടുത്ത് പോയി നിൽക്കുക. പക്ഷെ സുമി ഇതൊന്നും കാണുന്നില്ല, കണ്ണടച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുക. സുമിയെ അടിമുടിയൊന്നും നോക്കുകയാണ് ഇവിടെ ആകാശ്. അപ്പോഴേക്കും പെട്ടെന്ന് പാട്ട് നിന്ന് പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് മാറ്റി കണ്ണൂർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആകാശം നെട്ടനെ നിൽക്കുക. ആ നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ സുമി പേടിച്ചു പോയി. സുമി അവിടെ നിന്ന് ചാടി എണിക്കുകയാണ്. അയ്യേ ആകാശേ, തനിക്ക് മാനേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? തൻ്റെ വീടൊക്കെ തന്നെയാണിത്. പക്ഷേ ഒരാൾ റൂമിലുള്ളപ്പോൾ ഒന്ന് കഥകൊന്നും മുട്ടിയിട്ട് തനിക്ക് അകത്തേക്ക് കയറാൻ പാടില്ലായിരുന്നോടോ ആകാശേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, നിന്റെ കാര്യത്തിൽ എനിക്ക് മാനേഴ്സ് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി? നീ എന്തിനാ രചനയോട് അതും പറഞ്ഞുകൊണ്ട് വെക്കുന്നത്? നീ എന്തിനാ മഹേഷിൻ്റെ കാര്യം കിടന്ന് കുത്തിപ്പോകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് ആവശ്യമുണ്ട്. മഹേഷിൻ്റെ കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീയേ ഒരുപാട് അങ്ങോട്ട് ആഗ്രഹിച്ചു എന്നെ കല്യാണം കഴിച്ച് ഒരു കുടുംബിനിയായിട്ട് ഇവിടെ ജീവിക്കാമെന്ന്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ. പക്ഷേ ആകാശേ, അത് നടത്തിയെടുക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ രചനയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയല്ല നീ മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ എന്താടോ പൊട്ടനാണോ? ഈ രചന എത്ര പ്രാവശ്യം ഇഷിതയെ കൊല്ലാനായിട്ട് നോക്കി? അവളെന്താ വെറുതെ കൊല്ലാനായിട്ട് നോക്കിയതാണോ? അല്ല, ഇഷിത മരിച്ചു കഴിയാൻ നേരത്ത് ആ ഒരു സ്ഥാനത്തേക്ക് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് 2 മക്കളോടൊത്ത് വീണ്ടും പോകാമെന്നുള്ളൊരു ചിന്ത അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവള് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഇടിച്ചു കയറാനായിട്ട് നോക്കിയത്. അത് തനിക്കറിയാം. പക്ഷേ താൻ മണ്ടനെ പോലെ അഭിനയിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ ഞാൻ അങ്ങനെ രചനയെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഉദ്ദേശങ്ങൾ എന്താണെന്ന് എനിക്കറിയാടോ. പക്ഷേ ഇനിയും എന്നെ വെച്ച് താൻ കളി തുടരാമെന്ന് വിചാരിക്കണ്ട. ഞാൻ എല്ലാ കാര്യങ്ങളും മഹേഷിനോട് തുറന്നു പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ആകാശിന് ദേഷ്യം വരിക. അപ്പം ആകാശാണെങ്കിൽ സുമിയുടെ കോരക്കിന് കയറി അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നാളത്തെ എപ്പിസോഡിലൂടെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ എപ്പിസോഡിനോട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.